എല്ലാവർക്കും ഈ സായാഹ്നവേളയിൽ ഒരു പുതിയ വിഷയമായിട്ട് കടന്നു വരുവാൻ ഇടയായി. ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജസിൽ നിന്നും നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ചില സാമൂഹിക കാര്യങ്ങൾ നമ്മൾ നടക്കുമ്പോൾ പലപ്പോഴും നമുക്കത് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്, അതിൻ്റെ കാരണം എന്ത് എന്ന് പലപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, വെളിച്ചെണ്ണയ്ക്ക് 500-550 രൂപ കൊടുക്കണം ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക്. പക്ഷേ എന്തുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എന്നാൽ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ വെളിച്ചെണ്ണയുടെ പ്രശ്നങ്ങൾ പഠിച്ചത്. അതിഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ പ്രശ്നം അത് എൻ്റെ ഫീൽഡിലല്ലെങ്കിലും ഞാനതിനെ നോക്കി കുറച്ച് അഭ്യസിച്ചു. വെളിച്ചെണ്ണ വില കൂടാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളായിട്ടുള്ള കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഈ 4 സംസ്ഥാനങ്ങളാണ് തേങ്ങ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിന് ഏതാണ്ട് 45% ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രൊഡക്ഷൻ അനുസരിച്ച്. എന്നാൽ ഇന്ന് കർണാടക അല്ലെങ്കിൽ കന്നഡ രാജ്യം, കന്നഡ സംസ്ഥാനം നമ്മുടെ പ്രൊഡക്ഷനെക്കാട്ടി കൂടുതൽ ഉൽപ്പാദനം അവിടെ ഉണ്ടാകാനായിട്ട് തുടങ്ങി. എന്നാൽ കർണാടകത്തിൽ കടന്നു വന്നായിട്ടുള്ള ചില പ്രതികൂല കാലാവസ്ഥകൾ, കേരളത്തിലെ ചില പ്രതികൂല കാലാവസ്ഥകൾ, അതുകൊണ്ട് നാളികേരത്തിൻ്റെ ഉൽപ്പാദനം വളരെ കുറഞ്ഞു. നാളികേരം ഉൽപ്പാദിപ്പിച്ചാലേ അത് വെളിച്ചെണ്ണയായിട്ട് മാറത്തുള്ളൂ, നമുക്കറിയാം. അപ്പം നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെ വില കൂടുന്നതിൻ്റെ വലിയ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഉൽപ്പാദനം വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ വിദേശ രാഷ്ട്രങ്ങളായിട്ടുള്ള ഇന്തോനേഷ്യ, ഫിലിസ്റ്റൈൻസ് എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരുന്നു തേങ്ങ. എന്നാൽ അവിടെയും ചില പ്രശ്നങ്ങളുണ്ടായി. ഈ കാലാവസ്ഥ വ്യതിചലനം അവിടെയും ഉണ്ടായി. അതുകൊണ്ട് അവരുടെയും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനം വളരെ മോശമായി. അതുപോലെ ആവശ്യകത വർദ്ധിച്ചു. പണ്ടത്തെക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പം വെളിച്ചെണ്ണ വറുത്തതൊക്കെ തിന്നും. അല്ലെങ്കിൽ അവർക്ക് പാമോയിൽ വേണ്ട വെളിച്ചെണ്ണ മാത്രം മതി. അവർ ചിപ്സ് ഉണ്ടാക്കാനും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗം വളരെ വർദ്ധിച്ചു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടുക്കും ഉപയോഗം വർദ്ധിച്ചു. ഉൽപ്പാദനം കുറഞ്ഞു, ഉപയോഗം വർദ്ധിച്ചു. ഇനി മറ്റൊരു കാര്യമാണ്, പല മരുന്നുകൾ, ചില ആയുർവേദ മരുന്നുകളിലൊക്കെ വെളിച്ചെണ്ണയുടെ ആവശ്യം വരും. അതുപോലെ ഓയിൻമെൻറ്റ് ഉണ്ടാക്കാനും ക്രീം ഉണ്ടാക്കാനൊക്കെ ആയിട്ട്, കോസ്മെറ്റിക്സ് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയുടെ ആവശ്യകത വരും. അപ്പോൾ ഡിമാൻഡ് കൂടുതൽ വർദ്ധിച്ചു, പ്രൊഡക്ഷൻ കുറഞ്ഞു, ഇമ്പോർട്ടിങ് കുറഞ്ഞു. തൽഫലമായി വെളിച്ചെണ്ണയുടെ വില കുതിച്ചു വരികയാണ്. അതാണ് ഈ വെളിച്ചെണ്ണ വില ഉയരുവാനുള്ള ഒരു കാര്യം. നമ്മൾ എല്ലാവരും വെളിച്ചെണ്ണ ഇപ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് നിർവാഹമില്ല. കാരണം ഇത്രയും വില കൊടുത്ത് വലിയ ധനികന്മാർക്കേ വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ കാര്യം. പിന്നെ കേരള തീരത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വലിയ പ്രശ്നം എന്ന് പറയുന്നത്, പല തെങ്ങുകളും ഒന്ന് ഇടിവെട്ടിയോ അല്ലെങ്കിൽ മണ്ടരി രോഗം ബാധിച്ചോ, അല്ലെങ്കിൽ വേരഴുകുന്ന രോഗം, അല്ലെങ്കിൽ കാറ്റുവീഴ്ച എന്ന് പറയുന്ന രോഗം ഈ പ്രദേശത്തൊക്കെ ഉണ്ടായി. അപ്പോൾ ഒരു നല്ല ശതമാനം തെങ്ങിൻ്റെയും ഉൽപ്പാദനശേഷി നശിച്ചു എന്ന് മാത്രമല്ല, തെങ്ങുകൾ വീഴാൻ തുടങ്ങി. ഇപ്പോൾ പണ്ടത്തെക്കാട്ടി ജനസംഖ്യയുമുണ്ട്, ഡിമാൻഡും വളരെ കൂടുതലാണ്. എന്തിനും വെളിച്ചെണ്ണ വേണം. തല തേക്കാനാണെങ്കിലും അത് വേണം, അല്ല പപ്പടം പറക്കാനാണെങ്കിലും വെളിച്ചെണ്ണ വേണം. പക്ഷേ ഇവിടെ ഉൽപ്പാദനം കുറഞ്ഞു, ഇമ്പോർട്ട്, അതായത് നമ്മൾ ഇങ്ങോട്ട് വരുത്തുന്നത് കുറഞ്ഞു, ഇതിൻ്റെ ഡിമാൻഡ് വളരെ കൂടി. ആ സാഹചര്യത്തിൽ ഏതൊരു സാധനത്തിൻ്റെയും വില കുതിച്ചു വരുന്നതാണ്. അങ്ങനെ ഈ വെളിച്ചെണ്ണയുടെ വില എത്ര കാലം ശരിക്കുന്നു. ഏതായാലും കൂടുതൽ നാളികേരം ഉണ്ടാകട്ടെ, കൂടുതൽ കേരവൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ. കേരളം എന്ന പേര് തന്നെ കേരവൃക്ഷത്തിൽ നിന്നാണല്ലോ വന്നത്.
അങ്ങനെ നല്ലൊരു നാളെ വരട്ടെ, ഉൽപ്പാദനം വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും വിനീതമായ കൂപ്പുകൈ. ഓക്കെ, ബൈ.